നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരിക്കൽ കൂടി മലക്കം മറിഞ്ഞിരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറയുമ്പോൾ അത് പുതുമയല്ല എന്ന് തന്നെയാണ്. പക്ഷെ ഇപ്രാവശ്യത്തെ മലക്കം മറിച്ചിലിൽ ഇന്ത്യക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമോ എന്ന ഒരു അന്വേഷണം, അതാണ് ഈ വീഡിയോയുടെ ഇതിവൃത്തം. കേവലം 24 മണിക്കൂറിന് മുൻപാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ്താവന ഉണ്ടാകുന്നത്. യൂറോപ്യൻ യൂണിയൻ ഭാരതവുമായി വ്യാപാര കരാർ ഉണ്ടാക്കാൻ പോകുന്നു. പക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളോടായി ട്രംപിന്റെ അഭ്യർത്ഥനയാണ്, ഇന്ത്യക്കെതിരെ നിങ്ങൾ 100% ടാരിഫ് ഏർപ്പെടുത്തണം. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ വിറ്റഴിക്കപ്പെടുമ്പോൾ ഇറക്കുമതി തീരുവയായി ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ടാരിഫ് ഏർപ്പെടുത്തണം എന്ന സ്നേഹപൂർവമായ ഒരു ഉപദേശം കൊടുത്തിരിക്കുന്നു. അപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുന്നു. ഇന്ത്യയെ 4 പാട് നിന്ന് ഞെരിക്കാൻ തന്നെയാണ് അമേരിക്കയുടെ തീരുമാനം എന്ന നിലയിൽ വാർത്തകൾ വരുമ്പോൾ, ഇപ്പോൾ ഇതാ ഈ ലേറ്റസ്റ്റ് മൊമെന്റിൽ വരുന്ന വാർത്തയനുസരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് തന്റെ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞിരിക്കുന്നു, ഇന്ത്യയുമായി വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കാൻ തങ്ങൾ തയ്യാറാണ്. ഉടനടി ഇന്ത്യയുടെ മറുപടിയും വന്നു. നരേന്ദ്രമോദിയുടെ മറുപടി പറഞ്ഞു, ഡൊണാൾഡ് ട്രംപ് താൻ സുഹൃത്താണ് എന്നാണ് പറയുന്നത്, ശരി, സമ്മതിച്ചു. അതുകൊണ്ട് ഇന്ത്യയുടെ വ്യാപാര ചർച്ചകൾ തുടരാനുള്ള ഒരു സന്നദ്ധത ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുകയും അമേരിക്കൻ പ്രസിഡന്റിന്റെ ആ ഒരു നിർദ്ദേശത്തോട് ക്രിയാത്മകമായി ഇന്ത്യ പ്രതികരിക്കുകയും ചെയ്യുന്നു. ഇതേത് വരെ എത്തി നിൽക്കും? നമുക്കൊന്ന് അന്വേഷിക്കാം. എന്തുകൊണ്ട് അമേരിക്ക ഇപ്പോൾ വീണ്ടും വീണ്ടും പുനരാലോചിക്കുന്നു? ഒരു നിലപാടെടുത്താൽ ആർജവത്തോടുകൂടി ആ നിലപാടിനൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യയുമായി കാര്യമായ ബന്ധം വേണ്ട, വ്യാപാര ബന്ധം വേണ്ട. ഇപ്പോൾ തങ്ങൾക്ക് 46 ബില്യൺ, അതായത് 4600 പരം കോടി ഡോളറിന്റെ വ്യാപാര കമ്മിയുണ്ട്. ഈ കമ്മി കുറച്ചുകൊണ്ടുവരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പരമാവധി ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി പൂർണ്ണമായും അല്ലെങ്കിൽ ഭാഗികമായിട്ടെങ്കിലും നിയന്ത്രിക്കുക. ഇത് അമേരിക്കയുടെ പോളിസിയാണ്. ആ പോളിസി തുടരാനാണ് ഭാവമെങ്കിൽ ഇങ്ങനെ മാറ്റി പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഇതാണ്, അമേരിക്കയ്ക്കുള്ളിൽ ശക്തമായ ആഭ്യന്തര സമ്മർദ്ദമുണ്ട്. ഇത് അമേരിക്കയുടെ വിദേശകാര്യ വിഷയങ്ങളിലും പ്രത്യേകിച്ച് വ്യാപാര വിഷയങ്ങളിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഉപദേശം നൽകുന്ന പീറ്റർ നവാരോ, അദ്ദേഹത്തിന്റെ ഉപദേശം അനുസരിച്ചാണ് ട്രംപ് ഈ അബദ്ധങ്ങളിലെല്ലാം ചെന്ന് ചാടുന്നത്. ഓരോ പ്രാവശ്യവും അദ്ദേഹത്തിന്റെ ഉപദേശം കേട്ട് ചാടി പുറപ്പെടുന്ന ട്രംപ് അത് അബദ്ധമാണ് എന്ന് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പലരും രഹസ്യമായി പല ആവർത്തി ഇതിനുള്ളിൽ നിന്നുകൊണ്ട് പറഞ്ഞതാണ്. മാത്രമല്ല ട്രംപിന്റെ മറ്റ് ഉപദേശകരും സാഹസം കാട്ടരുത്, ഇന്ത്യ വലിയൊരു മാർക്കറ്റാണ്, ലോകത്തെ ഏറ്റവും വലിയ വിപണികളിൽ ഒന്നെന്ന് മാത്രമല്ല ആത്യന്തികമായി പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ മിഡിൽ ക്ലാസ് പോപ്പുലേഷൻ, മധ്യവർഗ ജനത ഉള്ള രാജ്യമാണ് ഭാരതം. ചൈനയും അതുപോലെ തന്നെ. അപ്പോൾ ഭാരതത്തിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ഇന്നല്ലെങ്കിൽ നാളെ സാഹചര്യം ഒരുങ്ങും എന്ന് അറിയാനുള്ള ബുദ്ധി അവർക്കുണ്ട്. അത് മാത്രമല്ല, ഇന്ത്യ അമേരിക്ക സഹകരണം എന്ന് പറയുന്നത് കേവലം വ്യാപാര സഹകരണമല്ല, അതിന് മറ്റ് തലങ്ങൾ കൂടിയുണ്ട്. ജിയോ പൊളിറ്റിക്കൽ, ജിയോ സ്ട്രാറ്റജിക് സഹകരണം കൂടിയാണ്. കാരണം ക്വാഡിൽ ഇന്ത്യക്ക് അംഗത്വമുണ്ട്. ചൈനയെ കണ്ടെയ്ൻ ചെയ്യാൻ, ഏഷ്യ വൻകരയിലെങ്കിലും ചൈനയെ കണ്ടെയ്ൻ ചെയ്യാൻ ശക്തനായ ഒരു അലായ്, അത് മിലിറ്ററി അലായ് ഒന്നും അല്ല എങ്കിൽ പോലും ഒരു ഏത് രീതിയിലും തന്ത്രപരമായി ഉപയോഗിക്കാവുന്ന ഒരു പങ്കാളി അമേരിക്കയ്ക്ക് ആവശ്യമാണ്. അത് മാത്രമല്ല, ഡെമോക്രാറ്റിക് വ്യവസ്ഥകൾ, ജനാധിപത്യ വ്യവസ്ഥകളാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം മാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം കൂടിയാണ് ഭാരതം. അമേരിക്ക ലോകത്തിന്റെ ജനാധിപത്യത്തിന്റെ കാവലാളായി ലോകത്ത് ഇങ്ങനെ നിവർന്നു നിൽക്കുന്ന അമേരിക്ക. അതുകൊണ്ട് കോമണാലിറ്റീസ്, സമാനതകൾ പലതാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ. അതുകൊണ്ട് ഈ സമാനതകളുടെ കണക്ക് നോക്കുമ്പോൾ ഇന്ത്യ ആത്യന്തികമായി ചൈനയുടെ ആലയിൽ കൊണ്ട് കെട്ടുന്ന നയമാരുത് എന്ന് ട്രംപിനോട് പല ആവർത്തി ഉപദേശകർ പറഞ്ഞതാണ്. പക്ഷേ അത് കേട്ടില്ല. ഇന്ത്യയുടെ വിഖ്യാതമായ ഇപ്പോഴത്തെ വിദേശ നയം സ്ട്രാറ്റജിക് ഓട്ടോണമി, ഈ നയം നെഞ്ചേറ്റുകയും അതനുസരിച്ച് ശക്തമായ വിലപേശലിനുള്ള, അമേരിക്കയോട് തന്നെയുള്ള ശക്തമായ വിലപേശലിനുള്ള ഉപാധിയായി ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിംഗിനെ മാറ്റിയെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത് വളരെ സമർത്ഥമായിട്ട് തന്നെ ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി സൃഷ്ടിക്കപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് കാണുന്ന രീതിയിൽ വ്ളാഡിമിർ പുടിന്റെ കൈപിടിച്ച് നടന്നു വരുന്ന നരേന്ദ്രമോദി നിർനിമേഷനായി അല്ലെങ്കിൽ ഞെട്ടിത്തരിച്ച് നോക്കി നിൽക്കുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ്, അദ്ദേഹം അവഗണിക്കപ്പെടുകയാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആതിഥ്യമരുളുന്നു. അങ്ങനെ ബിഗ് 3 ഇൻ ഏഷ്യ, റഷ്യ ഏഷ്യൻ രാജ്യമായി കൂടി കരുതേണ്ടതുണ്ട്. പുടിൻ ആൻഡ് ഷീ ജിൻപിങ്, നരേന്ദ്രമോദി, ഈ 3 പേര് ചേരുന്ന ഒരു തൃത്വത്തിലേക്ക് കഴിഞ്ഞ മാസം ഓഗസ്റ്റ് മാസം ലോകത്തിന്റെ കണ്ണുകൾ പായുകയാണ്. അതുകൊണ്ട് സ്ഥിതിഗതികൾ
ശാന്തമാവണമെങ്കിൽ ഇന്ത്യയെ പ്രീണിപ്പിക്കുന്ന ഒരു നയമുണ്ടാവണം. അവിടെയാണ് ഒരു കാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസിയുടെ സാധ്യതകൾ വരുന്നത്. എന്താണ് കാരറ്റ് ആൻഡ് സ്റ്റിക്ക്? അതൊരു വിഖ്യാതമായ ഒരു പ്രയോഗമാണ്. പ്രലോഭനങ്ങൾ, കാരറ്റ്, മുയലിനെ കാരറ്റ് കാട്ടി ആകർഷിക്കുകയും എന്നാൽ ഒരു പരിധി ലംഘിക്കുകയാണെങ്കിൽ കാരറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു വടിയുണ്ട്, ആ വടി കൊണ്ട് മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു പോളിസിയാണ്. അതുമല്ല എങ്കിൽ ഒരു കഴുതയെ, കുതിരവണ്ടി അല്ലെങ്കിൽ കഴുതവണ്ടി മുന്നോട്ട് പോവുകയും ഒരറ്റത്ത് ഒരു കമ്പ് കെട്ടി അതിൽ ഒരു നൂലിന്റെ അറ്റത്ത് ഒരു ക്യാരറ്റ് തൂക്കിയിടുകയും ആ ക്യാരറ്റ് ലഭിക്കും എന്ന പ്രതീക്ഷയിൽ ആ കമ്പ് വലിച്ചുകൊണ്ട് കുതിര അല്ലെങ്കിൽ കഴുത മുന്നോട്ട് പോവുകയും ചെയ്യുന്ന, ഒരിക്കലും കിട്ടാത്ത ക്യാരറ്റ് ലഭ്യമാകും എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നതായും ഒരുപക്ഷെ അതിന് വിശകലനങ്ങളുണ്ട്. എന്നിരുന്നാലും ഇന്ത്യക്ക് നൽകുന്ന ഒരു എൻറ്റൈസിങ് ഓഫറാണ് മാർക്കറ്റ്, അമേരിക്കൻ മാർക്കറ്റ് ഫോർ ഇന്ത്യൻ പ്രോഡക്ട്സ്. അത് പൂർണ്ണമായും വേണ്ട എന്ന് വെക്കാനാവില്ല. കാരണം വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് ഇന്ത്യ അനുഭവിക്കുന്നത്. പുറമെ ഒരു ധൈര്യമുള്ള ഒരു മുഖം കാട്ടുന്നു എങ്കിലും നമ്മുടെ കയറ്റുമതിക്കാർ, ചെമ്മീൻ കയറ്റുമതിക്കാർ, ഏലം കയറ്റുമതിക്കാർ, മറ്റ് സ്പൈസസിന്റെ കയറ്റുമതിക്കാർ, അതുപോലെ ഇന്ത്യയുടെ ഇലക്ട്രോണിക് ഉൽപ്പന്ന കയറ്റുമതി, ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നത്തിന്റെ കയറ്റുമതി, ഇതൊന്നും വേണ്ട. സോഫ്റ്റ്വെയർ അതിപ്പോൾ ടാക്സിബിൾ അല്ല, പക്ഷേ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഔട്ട്സോഴ്സിങ്ങിലൂടെ ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന തൊഴിലവസരങ്ങൾ, അത് മാത്രമല്ല വൻപൻ വിദേശ നാണ്യ നിക്ഷേപം, ഇതെല്ലാം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നീങ്ങിയാൽ, അങ്ങനെ ഒരു സൂചന കഴിഞ്ഞ ആഴ്ച ഉണ്ടായി. ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ കയറ്റുമതി അതല്ലെങ്കിൽ ഇന്ത്യയുടെ ഔട്ട്സോഴ്സിങ് അത് ഭാഗികമായിട്ടെങ്കിലും നിർത്തിവെച്ചാൽ എന്താവും ബാംഗ്ലൂരിന്റെ അവസ്ഥ? എന്താണ് സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ? അതുപോലെ കൊച്ചിയുടെ അവസ്ഥ എന്താവും? തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിന്റെ അവസ്ഥ എന്താവും? ഇതെല്ലാം ആത്യന്തികമായി ഡെമോക്രസിന്റെ വാള് പോലെ ഇന്ത്യക്ക് മേൽ തൂങ്ങി നിൽക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് മാത്രമല്ല, നഷ്ടപ്പെടുന്ന തൊഴിലവസരങ്ങൾ ഒന്ന് ഊർജിതപ്പെടുത്തി എടുക്കാൻ അതിന് വലിയ രീതിയിൽ ഇന്ത്യ ആഭ്യന്തര വിപണിയെ സജ്ജീകരിക്കേണ്ടതുണ്ട്. GST ക്രമീകരണത്തിലൂടെ വലിയ രീതിയിലുള്ള നീക്കമാണ് ഭാരതം നടത്തിയത്. എല്ലാ മുന്നൊരുക്കങ്ങളും ഭാരതം ചെയ്തു എന്നത് തീർച്ചയായും അഭിനന്ദനാർഹമായ കാര്യവുമാണ്. പക്ഷെ ഇപ്പോഴിതാ ട്രംപ് വീണ്ടും മലക്കം മറിഞ്ഞിരിക്കുന്നു. ആ അവസരം മുതലെടുത്തുകൊണ്ട് ഇന്ത്യ ഒരു വ്യാപാര ചർച്ചാ സംഘത്തെ അമേരിക്കയിലേക്ക് അയക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. 5 റൗണ്ട് വ്യാപാര ചർച്ചകളാണ് ഉഭയകക്ഷി ഒരു കോംപ്രിഹെൻസീവ് ട്രേഡ് അഗ്രിമെന്റ് അത് എത്തിച്ചേരുന്നതിന് വേണ്ടി 5 റൗണ്ടാണ് കഴിഞ്ഞത്. 6ാം റൗണ്ട് ചർച്ചയ്ക്കായി അമേരിക്കൻ പ്രതിനിധികൾ ഇന്ത്യയിൽ എത്തേണ്ട സമയമായപ്പോഴാണ് ഓഗസ്റ്റ് മാസം അവസാനം നാടകീയമായി ഈ ട്രംപിന്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നതും ഇന്ത്യ മാറി ചിന്തിക്കുന്നതും ഷാങ്ഹായ് ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കുന്നതും. അത് മാത്രമല്ല, മോദി ചെയ്തത് ഷീ ജിൻപിങ്ങിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുക. അതിനു പുറമെയാണ് സാക്ഷാൽ വ്ളാഡിമിർ പുടിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നു. ഇതെല്ലാം തന്നെ ശക്തമായ താക്കീതാണ്. ട്രേഡാണ് അമേരിക്കയുടെ ആയുധമെങ്കിൽ, ടാരിഫാണ് അമേരിക്കയുടെ ആയുധമെങ്കിൽ, ജിയോ സ്ട്രാറ്റജിക് കാര്യങ്ങളാണ് ഭാരതത്തിന്റെ ആയുധം. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഭീഷണിപ്പെടുത്താനേ ആവൂ, മാറി ചിന്തിക്കാനുള്ള ത്രാണി തങ്ങൾക്കുണ്ട് എന്ന് ഇന്ത്യ വീണ്ടും വീണ്ടും ഒരു സന്ദേശം കൊടുക്കുകയാണ്. അത് സ്വല്പമൊക്കെ ഏശി എന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ ഈ രീതിയിലുള്ള മാറ്റം മറിച്ചിലുകൾ ഉണ്ടാവുന്നത്. ഇനി നോക്കൂ, എന്തായിരിക്കാം ചർച്ചകളുടെ ഒരു പരിസമാപ്തി? ആത്യന്തികമായി ഇന്ത്യൻ വിപണി നഷ്ടപ്പെടാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. ആത്യന്തികമായി ഭാരതം അമേരിക്കൻ വിപണി നഷ്ടപ്പെടാൻ ഭാരതവും ആഗ്രഹിക്കുന്നില്ല. ട്രേഡ് പാരിറ്റി ഉണ്ടായില്ല എങ്കിൽ പോലും ഇപ്പോൾ നിലവിലുള്ള വലിയ രീതിയിലുള്ള അന്തരം, ട്രേഡ് ഡെഫിസിറ്റ്, ഇത് ബ്രിഡ്ജ് ചെയ്യാനുള്ള എന്തെല്ലാം ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാവും അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്? ഇന്ത്യ എന്തെല്ലാം കാര്യങ്ങളാണ് സമ്മതിച്ചു കൊടുക്കുക? ഇറ്റ്സ് എ ക്വസ്റ്റൻ ഓഫ് കാറ്റ് ആൻഡ് മൗസ് ഗെയിം. ഇതെങ്ങനെയാണ് ഇത് സമ്മതിച്ചു കൊടുക്കുക? ട്രംപ് പറയാൻ സാധ്യതയുള്ള 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. ഒന്ന്, റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പൂർണ്ണമായി ഒഴിവാക്കാൻ ആവില്ലായിരിക്കാം. അത് റൂബിൾ ടേംസിൽ മുന്നോട്ട് പോകുമായിരിക്കാം. അതിൽ നിന്നും ഇന്ത്യ തടയാൻ ട്രംപിന് ആവില്ല. ഇന്ത്യ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം തുടരും. അത് ഡോളറിലായിരിക്കില്ല, അത് ഇന്ത്യൻ റുപ്പി കൊടുത്തുകൊണ്ട് എണ്ണ വാങ്ങും. റൂബിൾ നമ്മൾ ഉപയോഗിക്കും, റൂബിളും റുപ്പിയും ഉപയോഗിച്ചുകൊണ്ട് വ്യാപാരം നടത്തും. ഇത് ട്രംപിന് അട്ടിമറിക്കാനാവില്ല. പക്ഷെ ട്രംപിന് പറയാൻ സാധിക്കും, അമേരിക്കയിൽ നിന്ന് കൂടി ഹൈഡ്രോ കാർബൺ ഇറക്കുമതി കുറച്ചെങ്കിലും ഉണ്ടാവണം എന്ന നിർദ്ദേശം വെക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ കൺസെഷണൽ റേറ്റിൽ അമേരിക്കയ്ക്ക്, ഇന്ത്യക്ക് റഷ്യ നൽകുന്നത് പോലെയുള്ള കോമ്പറ്റീറ്റീവ് റേറ്റിൽ അമേരിക്കയ്ക്ക് എണ്ണ നൽകാൻ ആവില്ല. അപ്പൊ ആ ഒരു കാര്യത്തിൽ ചർച്ച ബുദ്ധിമുട്ടാകും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ വലിയ രീതിയിലുള്ള ഡിഫൻസ് പർച്ചേസ് അത് റഷ്യയുമായിട്ടാണ്, അല്ലെങ്കിൽ ഫ്രാൻസുമായിട്ട്, റഫാൽ ഉൾപ്പെടെയുള്ള ഫ്രാൻസുമായിട്ടാണ്. ഇന്ത്യയുടെ തദ്ദേശവൽക്കരണ പോളിസി, ആത്മനിർഭർ ഭാരത്,
പദ്ധതിയുടെ ഭാഗമായി യഥാർത്ഥത്തിൽ വൻതോതിലുള്ള ആയുധ നിർമ്മാണം ഇന്ത്യയിൽ നടക്കാനുള്ള സാധ്യതകളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ഓഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യദിന പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചത്. അതൊരു വലിയ നയംമാറ്റമാണ്. ആഭ്യന്തരമായി ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കുകയും ഫൈറ്റ് പ്ലെയിൻസ് ഉൾപ്പെടെ, അതായത് ഈ 5ാം തലമുറ യുദ്ധ വിമാനങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിൽ എഞ്ചിൻ ഉൾപ്പെടെ നിർമ്മിക്കുകയും അതിനുള്ള സുഖോയ് 57 Su-57 വിമാനങ്ങളുടെ ടെക്നോളജി ഉൾപ്പെടെ നിർമ്മാണ അനുമതി ഉൾപ്പെടെ ഇന്ത്യക്ക് നൽകാൻ റഷ്യ തയ്യാറാകുന്ന ഒരു അന്തരീക്ഷത്തിൽ ഏത് രൂപത്തിലാണ് ചർച്ചകൾ മുന്നോട്ട് പോവുക? അമേരിക്ക ആഗ്രഹിക്കുന്നത് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വൻതോതിൽ വാങ്ങണം. നിലവിൽ അങ്ങനെ ഒരു പോളിസി ഇല്ല. ഇന്ത്യ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയുമാണ്. അമേരിക്കയുടെ ആയുധങ്ങൾ വാങ്ങുന്നതിന് ഇന്ത്യയെ പ്രേരിപ്പിക്കുകയും അതുവഴി ചെറിയ രീതിയിലുള്ള ബാലൻസിങ് നടക്കുകയും ചെയ്യുക എന്നതാണ് അമേരിക്കയുടെ അടുത്ത ലക്ഷ്യം. അതിനോട് ഇന്ത്യ ഒരുപക്ഷെ ഭാഗികമായി പ്രതികരിക്കാനും സാധ്യതയുണ്ട്. അത് പൂർണ്ണമായി തള്ളിക്കളയാനുള്ള സാധ്യതയില്ല. ഭാഗികമായി ഒരുപക്ഷെ പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാര്യം, ഒരിക്കലും അംഗീകരിക്കാൻ ആവാത്ത അമേരിക്കൻ താല്പര്യമാണ്. അത് ഹാർലി ഡേവിഡ്സൺ ബൈക്ക് ഇവിടെ വിൽക്കുക എന്നതല്ല, മറിച്ച് ഇന്ത്യയുടെ കാർഷിക രംഗത്തേക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് എൻട്രി ലഭിക്കുക ദീർഘകാലമായുള്ള അമേരിക്കയുടെ മോഹമാണ്. ഇന്ത്യയുടെ കാർഷിക രംഗം നമുക്കറിയാം, ഇന്ത്യൻ ഇക്കോണമിയെ താങ്ങി നിർത്തുന്നത് ഇപ്പോഴും പ്രൈമറി സെക്ടറായ കൃഷിയാണ്. കൃഷിക്കാരെ കൈവിട്ടുകൊണ്ട് ഒരു നിലപാടെടുക്കാൻ ഒരു രാഷ്ട്രീയ കക്ഷിക്കും കഴിയില്ല, നരേന്ദ്രമോദിക്കും കഴിയില്ല. കഴിഞ്ഞ മാസം അക്കാര്യം വ്യക്തമായി മോദി സൂചിപ്പിക്കുകയും ചെയ്തു. കർഷക ആംഗിളിൽ നിന്നുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കൂ. അതുകൊണ്ട് ജനിതക വ്യതിയാനം വരുത്തിയ വിത്തിനങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് തള്ളാം എന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെങ്കിൽ നടക്കില്ല. അതുകൊണ്ട് അമേരിക്കയുടെ പാലുൽപ്പന്നങ്ങൾ, ഡയറി പ്രോഡക്ട്സ്, അതുപോലെ അമേരിക്കയുടെ മീറ്റ് ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം തന്നെ ഇന്ത്യയിൽ ഫ്ലഡഡ് ആക്കാൻ സാധിക്കും എന്നാണ് അമേരിക്ക വിചാരിക്കുന്നതെങ്കിൽ സാധിക്കില്ല. ഇന്ത്യയിൽ പാലുൽപാദനം ഗംഭീരമായി നടക്കുന്നു, അരി ഉൽപാദനം ഗംഭീരമായി നടക്കുന്നു. കാർഷികമായി നമ്മൾ സ്വയം പര്യാപ്തതയുള്ള, ഭക്ഷ്യ സ്വയം പര്യാപ്തതയുള്ള ഒരു രാജ്യത്തെ, ശാന്തമായ ഒരു അന്തരീക്ഷം, വളരെ കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കിയെടുത്ത ഭക്ഷ്യ സുരക്ഷ, ഇത് അട്ടിമറിച്ചുകൊണ്ട് കർഷക താല്പര്യങ്ങൾ ഹനിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ ഇന്ത്യക്ക് കഴിയില്ല. ഫാം ലോയുടെ കാര്യത്തിൽ അല്ലെ കർഷക പ്രക്ഷോഭം സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തീർച്ചയായും യോജിക്കാവുന്ന മേഖലകൾ കുറവാണ് എന്ന പൂർണ്ണമായ അറിവോടുകൂടി തന്നെയാണ് ഇന്ത്യൻ പ്രതിനിധി സംഘം അമേരിക്കയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ക്രിയാത്മകമായ ചർച്ച ഇല്ല എന്ന നിലപാടിൽ നിന്നും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചർച്ചയാകാം എന്നും ചർച്ചയോട് ഞങ്ങൾ ക്രിയാത്മകമായി പ്രതികരിക്കുന്നു എന്നും രണ്ട് രാജ്യങ്ങളും പറയുന്നത് ശുഭോദർക്കമായ കാര്യമാണ്. അതൊരു ഗുണം കൂടിയുണ്ട് ഇന്ത്യക്ക്. അപ്പൊ ഇവിടെ അമേരിക്ക എതിർക്കും. അതുകൊണ്ട് ആത്യന്തികമായി ചൈനയോട് ചേരാൻ, ചൈനയോട് ഒട്ടിനിൽക്കാൻ, ചൈനയോട് ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ നിർബന്ധിതമാകും എന്നാണ് ചൈന കരുതുന്നതെങ്കിൽ അവിടെയും തെറ്റി. അതുകൊണ്ട് ചൈനയുമായി ഊഷ്മളമായ ബന്ധമാവാം, റഷ്യയുമായി ഗാഢമായ ബന്ധം തുടരാം. അതേസമയം അമേരിക്കയെ പടിയടച്ച് പുറത്ത് നിർത്തേണ്ടതുമില്ല. അതുകൊണ്ട് വളരെ പ്രായോഗികമായ രീതിയിൽ ഇന്ത്യൻ ഫോറിൻ പോളിസി ഹാസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഇത് ചേൺഡ് ഔട്ട് വണ്ടർഫുൾ പ്രോഡക്ട്സ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഉഗ്രമായ ഒരു പ്രോഡക്റ്റ് ആണ് ഇപ്പോൾ വെളിയിൽ വരുന്നത്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം, ഇന്ത്യയുടെ വിദേശ നയ രൂപീകരണ സമിതിയിലെ അംഗങ്ങൾ, ഇന്ത്യയുടെ വിദേശമന്ത്രി ജയശങ്കർ, ഇന്ത്യയുടെ സ്ട്രാറ്റജിക് പ്ലാനേഴ്സ് കൃത്യമായ ഇന്ത്യ ഫസ്റ്റ് പോളിസി, ഇന്ത്യയുടെ അമേരിക്ക ഫസ്റ്റ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നതെങ്കിൽ ഇന്ത്യ ഫസ്റ്റ് എന്ന് തന്നെ ഇന്ത്യ പറയേണ്ടി വരും. ആ രീതിയിലുള്ള പോളിസിയുമായി നമ്മുടെ ദേശീയ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകളിൽ വീണ്ടും ഒരു പുനർവിചിന്തനം ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ദേശീയ താല്പര്യത്തിന് തീർച്ചയായും ഉചിതമായ കാര്യം തന്നെയാണിത്. പക്ഷേ കണ്ണുമടച്ച് ഒരിക്കൽ കൂടി ട്രംപിനെ വിശ്വസിച്ച് ഇളിഭ്യരാകാൻ തങ്ങൾ തയ്യാറാവില്ല എന്ന ഉത്തമ ബോധ്യത്തിൽ തന്നെയാണ് ഇന്ത്യൻ സംഘം വ്യാപാര ചർച്ചകൾക്കായി വാതിൽ തുറന്നിട്ടിരിക്കുന്നത്.